ഹലോ ഹലോ കമ്മീഷണർ വിളിക്കണത് കണ്ട തെറി പറയാനാണ്. എന്റെ പട്ടി എടുക്കും. ചിലവന്മാരുടെ ഹോബിയാണ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് വിളിച്ചിട്ട് തെറി പറയാന്ന് പറഞ്ഞത്. ഓ, ഇവിടെ ഒരു കഴുതുണ്ട്, അവനാണെങ്കിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ അവനെ കൊണ്ട് ഫോൺ എടുപ്പിക്കായിരുന്നു. ഹലോ ഹലോ ഹലോ, കുട്ടിയാണോ? കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കാനായിട്ട് ഇത് പ്രസവാടല്ല, കോർപ്പറേഷൻ ഓഫീസാണ്. അതല്ല, കുട്ടി എന്ന പേരുള്ള ആളാണോ സംസാരിക്കുന്നത്? അതെ, ഉമ്മൂട്ടിയാണ്. മമ്മൂട്ടിയാണോ? മമ്മൂട്ടിയാണെന്നൊക്കെ എല്ലാവരും പറയും, പക്ഷെ ഞാനത് കാര്യമാക്കാറില്ല സുഹൃത്തെ. എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എന്തൊക്കെ പറയണേ? അല്ല, മമ്മൂട്ടിയല്ല സുഹൃത്തെ, ഉമ്മൂട്ടിയാണ്. ഉമ്മൂട്ടി. എടാ ഞാൻ സച്ചിയാ. എച്ചിയാ? എച്ചിയല്ല സച്ചി. ആ സച്ചി, ആ നിന്നെ കാണാനില്ലല്ലോ. അങ്ങനെ ലാൻഡ് ഫോണിൽ വിളിച്ച് എങ്ങനെ കാണാനാ? വീഡിയോ കോളല്ല അല്ലേ? എടാ അതല്ല, നിന്നെ കണ്ടിട്ട് ഒത്തിരി കാലമായില്ല. അതെ, ഞാൻ ആകെ പ്രശ്നത്തിലാടാ. എന്തു പറ്റി? നിറച്ച് കടം തന്നെ. അയ്യോ, അത് കാരണം രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അറിയോ എനിക്ക്? എടാ ഒരു വാക്ക് എന്നോട് ചോദിക്കണ്ടേ? നിനക്ക് 1 വേണോ 2 വേണോ 3 വേണോ? അയ്യോ, ഇത്രയും ലക്ഷമൊക്കെ ഞാൻ എങ്ങനെ നിനക്ക് തന്നു തീർക്കടാ? ലക്ഷോ? പിന്നെ നീ 1 ലക്ഷം പോണോ 2 ലക്ഷം പോണോ ചോദിച്ചില്ലേ? അല്ല, നിനക്ക് ഉറക്കൂലെന്ന് പറഞ്ഞു. ഉറക്കൂലിയോ 1 വേണോ 2 വേണോ 3 വേണോ? ആ. വെച്ചിട്ട് പോടാ അവിടുന്ന്. നീ വെച്ചിട്ട് പോടാ. നീ പോടാ. എന്റെ ഫോണിലേക്ക് വിളിച്ച എന്നോട് വെക്കല. ഞാൻ വെക്കൂടാ. ഓഹോ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ സാർ അങ്ങനെ പറഞ്ഞ്? ഉച്ചക്ക് 12 മണിക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞത്. എന്റെ പൊന്നു സാർ ഒന്നും പറയണ്ട. വരുന്ന വഴിക്ക് ഒരു വലിയ ആക്സിഡന്റ്. ജനങ്ങൾ കൂടി നിൽക്കുന്നോണ്ട് ഈ ആക്സിഡന്റ് പറ്റി ആളെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഒരു ഐഡിയ ചെയ്തു. എന്റെ വെല്ലിച്ചം മരിച്ചെന്നൊരു ഒറ്റ കരച്ചില് ജനങ്ങൾ എന്റെ മുഖത്ത് നോക്കിട്ടില്ലേ, അതൊക്കെ മാറി തന്ന്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ഞെട്ടിപ്പോയി സാറേ. എന്താണ്? ഒരു പട്ടി എത്തിടക്കണം. അതെനിക്കിഷ്ടായി. തന്റെ കഥ സീരിയസ് ആയിട്ടാണ് തുടങ്ങിയെങ്കിലും ക്ലൈമാക്സിൽ ഒരു ഹ്യൂമർ ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. പിന്നെ വന്നേ, തനിക്ക് നല്ലൊരു ഭാവി ഉണ്ടോ. താൻ എന്നും വൈകി വരും, എന്നിട്ട് എന്റെ മുമ്പിൽ ഒരു കഥ അവതരിപ്പിക്കും. ഈ കഥകളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു കഥാസമാഹാരമായിട്ട് അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ താനൊരു കഥാകൃത്തായിട്ട് മാറും. അതിന്റെ പ്രകാശനത്തിൽ സാറ് വരും. ഇല്ല, ഒറ്റയടിക്ക് ഞാൻ പൊതുദർശനത്തിന് വെക്കും, നെഞ്ചത്തോട് രീതിത്തും വെക്കും. എന്താ സാറേ വന്ന് ഈ പുനർജന്മത്തിലൊക്കെ തനിക്ക് വല്ല വിശ്വാസമുണ്ടോ? അതിനൊക്കെ വല്ല തെളിവുണ്ട് സാറേ. തെളിവുണ്ട്. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച താൻ തന്റെ അമ്മാവും മരിച്ചു എന്നും പറഞ്ഞ ഒരു 10 ദിവസം ലീവ് എടുത്ത് നാട്ടിൽ പോയില്ലേ? പോയി. ചടങ്ങിനായിട്ട് പോയി. താൻ അവിടെ ചടങ്ങിന് പോയപ്പോ തന്റെ മരിച്ചുപോയ അമ്മാവൻ തന്നെ തിരക്കി ഇവിടെ വന്നായിരുന്നു. ഇപ്പോഴും എന്റെ അമ്മാവന്റെ ആത്മാവ് എന്നെ തേടി നടക്കണ്ടല്ലേ. അമ്മാവന്റെ ഒരു കാര്യം പറഞ്ഞ, ഈ അമ്മാവനെ പറ്റി പറഞ്ഞപ്പോഴാണ് അമ്മാവനെ പറ്റി ഒരു കഥയുണ്ട്. ഇനി താൻ കഥ എന്ന് പറഞ്ഞ വസ്തുവിടെ മിണ്ടി പോരുത്. മിണ്ടൂല. കവിത പറഞ്ഞ കുഴപ്പമുണ്ടോ? ഫോൺ എടുക്ക്. താൻ എടുക്കണോ? തെറിയേക്കാനല്ല, ഞാൻ എടുക്കൂല. എടുക്കണോ ഫോൺ? എന്ത് സാറ് ഞാൻ പറഞ്ഞ എന്നെ തെറിയേക്കാൻ? ഓക്കെ, ഞാൻ എടുക്കാം. ഹലോ പറ. ഗുഡ് വൺ. എന്നെ തിരക്കിയാൽ ഞാൻ ലീവിലാണെന്ന് പറഞ്ഞു. ഏത് ദരിദ്രവാസിയാണ്? ഹലോ 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 ഹലോ, ആരത്? എന്റെ പേര് ശ്യാമേന്നാണ്. എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണമായിരുന്നു. അയ്യോ, സാറ് ലീവാണല്ലോ. ആണോ? അല്ല, അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചു സാറിന്റെ. അല്ല, ഞാനേ കഴിഞ്ഞ മാസം വിളിച്ചപ്പോഴും സാറിന്റെ അച്ഛൻ മരിച്ചെന്നാണല്ലോ പറഞ്ഞത്. സാറിന് 2 അച്ഛനുണ്ട്. അല്ല, അങ്ങനെ ഒരു ഭാഗ്യം സാറിനുണ്ടായി. അതെ, ഈ സാറിന്റെ അച്ഛന്റെ മരണത്തിന്റെ ചടങ്ങ് കഴിഞ്ഞിട്ട് എപ്പോഴാണ് വരുന്നത്? അത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സാറ് വരും. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഭിക്ഷമായിട്ട് സാർ വരും. സദ്യയൊക്കെ ഉണ്ട്, പിന്നെ പായസമൊക്കെ ഉണ്ട്. പായസം ഉണ്ടാകും, 3 തരം പായസം. അടപ്രഥമൻ, പാലട, പരിപ്പ് പായസം. ഈ പാലടലുണ്ടല്ല, 2 ഞാലിപ്പൂവൻ പഴം അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് പപ്പടം ഇട്ടിട്ട് അങ്ങോട്ട് ഞെരടി ഈ കൈ ഇങ്ങനെ കൊള്ളാം അല്ലേ? സാറ് പായസം കുടിക്കാനായിട്ട് പുറത്തേക്ക് ഇട്ട് നാക്കില്ലേ, അത് തിരിച്ചകത്തേക്ക് തന്നെ ഇട്ടോ. പാമ്പ് മാളത്തിൽ കയറുമല്ലുണ്ട്. ഇയാള് പറഞ്ഞ സാറ് ലീവാണെന്ന്? അല്ല, അവന് തെറ്റുപറ്റിയതാണ്. സാർ ലൈവാണ് എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതെ, നിങ്ങളുടെ കോർപ്പറേഷന്റെ തെക്ക് ഭാഗത്തുള്ള 12ാം വാർഡിലെ മെമ്പറാണ് ഞാൻ. ആയിക്കോട്ടെ. പേര് ശ്യാമ. അങ്ങനെ പറ. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നിട്ടുണ്ടായില്ല 12ാം വാർഡില്. വെറുതെ തള്ളടിക്കലോടൂ. താൻ ഓഫീസിലെ കൃത്യമായിട്ട് വന്നില്ല, പിന്നീട് 12ാം വാർഡിൽ പറ. അതെ, ഞങ്ങളുടെ വാർഡില് കാട്ടുപന്നി ഇറങ്ങി. സോറിട്ടാ,
ഇപ്പോഴാണ്ട് എനിക്ക് പിടിയിട്ട് താൻ അവിടെ ചെന്നിരുന്നു. എടാ പന്നി, കോർപ്പറേഷനിൽ പന്നി ഇറങ്ങിയോ? അത് തന്നെ ജനങ്ങളും ചോദിക്കുന്നത്. തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം പറ്റിയാണ്. ദേ ഫ്രണ്ടിലൊരു തേറ്റപ്പെടറാ. എന്റെ പൊന്നെ സാറേ, ഈ മൃഗങ്ങൾ ഇപ്പൊ ഗ്രാമമൊന്നും പട്ടണമൊന്നും ഇല്ല. ഇപ്പൊ ബാംഗ്ലൂര് പുലിയെ പിടിച്ചില്ലേ, ഉവ്വ. ഇപ്പൊ എറണാകുളത്ത് പെരുമ്പാമ്പിനെ ഉടുമ്പിനെയൊക്കെ പിടിച്ചില്ലേ, അതുപോലെ തന്നെ ദേ ഇതൊക്കെ മറിച്ച് താഴെ ഇട്ടു. എന്റെ മാഡം അതിന് വേറെ റൂളും ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാന്ന് പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. ആ ഈ വഴി ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. അതെ, ഇതെന്റെ ഒരു പരാതി. അടുത്ത പരാതി, പറ. എന്റെ വാർഡില് കോർപ്പറേഷൻ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഫുള്ള് മലിനജലമാണ്. അതാണ് ഞങ്ങൾ കുടിക്കുന്നത്. അതിനെന്തെങ്കിലും പരിഹാരം കാണും? പരിഹാരമുണ്ട് മാഡം. നമ്മുടെ ശരീരത്തിലെ കിഡ്നി വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? അത് ശരീരം ശുദ്ധീകരിക്കാനായിട്ട്. അത്രേ ഉള്ളൂ. ധൈര്യമായിട്ട് ആ വെള്ളം കുടിച്ചോ, ശരീരം ശുദ്ധീകരിച്ചോളൂ. കിഡ്നീനെ അങ്ങനെ ഉറങ്ങാൻ വിടരുത്. കിഡ്നിക്ക് പണി കൊടുത്തോണ്ടിരിക്കണം. കിഡ്നി ചാടി ചാടി നിക്കട്ടെ. അന്നജനം കുടിക്കൂ, ആവോളം കുടിക്കൂ. പിന്നല്ലാതെ കിഡ്നി വർക്ക് ചെയ്യട്ടെ. കിഡ്നിനെ പണിയെടുപ്പിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ ഇരിക്കുന്നത്? ഉറങ്ങാൻ വേണ്ടി, ടൈമിട്ടും ഉറങ്ങാൻ വേണ്ടി. മാഡം ഒരു കാര്യം ഞാൻ പറയാം. പഞ്ചായത്ത് പൈപ്പിലെ വെള്ളം ശുദ്ധീകരിക്കണം, അതെ. ശുദ്ധീകരിക്കാം. പക്ഷേ മാഡം ഞങ്ങളെ കാണേണ്ട രീതിയിൽ കാണണം. പണം പണം കൈകൂലിയാ ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല. തനിക്ക് കൈക്കൂലി തരണം. താനേ വൈകിട്ട് വീട്ടിലോട്ട് വാ, തനിക്ക് ഞാൻ ഉരുട്ടി തരാം കേട്ടല്ലോ. വരുമല്ലോ വീട്ടിലോട്ട്. എന്റെ ഭാര്യയോട് തോൽവി തോൽവി. വീട്ടിലാ പരാതി കൊണ്ട് എനിക്ക് ഇരിക്കപ്പുറത്തില്ല. അങ്ങനെയാണ് ഞാൻ ഓഫീസിൽ വന്നത്. അപ്പൊ ഇവിടെയും പരാതിയായിട്ട് അവള് വന്നേക്കണത്. തോൽവിയാണ് സാറേ. അവളല്ലേ ഭീകര തോൽവിയാ? അല്ല സാറ്, അവിടെ എന്ത് സത്യസന്ധത സാറാണ്. ഒടുക്കത്തെ കൈക്കൂലി. സ്വന്തം ഭാര്യ അടുത്ത് കൈക്കൂലി ചോദിക്കുന്ന ആളെ ആദ്യമായിട്ടാണ് സാറേ. തന്നോട് ഞാൻ കൈക്കൂലി ചോദിക്കാം. ആജു വേണോ? വേണ്ട വേണ്ട വേണ്ട. ഞാൻ പണിയെടുക്കാൻ നോക്കിയിരുന്നു. സാർ, ഞാൻ KCB കറണ്ട് ബില്ല് അടച്ചായിരുന്നില്ലേ? കഴിഞ്ഞ ആഴ്ച അടച്ചല്ലേ ഞാൻ? അടച്ചല്ലോ, കറണ്ട് ബില്ല് അടച്ചതാണല്ലോ. അല്ല, അതൊക്കെ എന്തിനാ എന്റെ അടുത്ത് പറയണേ? അല്ല, KCB ഫ്യൂസ് ഊരാൻ വേണ്ടി വന്നാണോ? അയ്യോ, KCB എന്ന് പറഞ്ഞല്ല, എന്റെ പേരാ പറഞ്ഞ KSCB. അങ്ങനെ നല്ല മനസ്സിലാവുള്ളൂ. KCB ആയിട്ടൊരു ബന്ധമില്ല. ഇല്ല 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 സാറേ. സാർ ഇത് കോർപ്പറേഷനാണ്, ടൗൺ ആണെന്ന് പറഞ്ഞ എന്താ കാര്യം? എന്താണ്? എന്തൊക്കെ അലമ്പ ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയോ? എന്താണ്? ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരാള് കത്തി കാണിച്ചിട്ട് എന്നോട് 500 രൂപ ചോദിച്ചറിയോ? 500 രൂപ. അയ്യോ, എന്നിട്ട് 500 കൊടുത്തേനാ കത്തി ഇങ്ങ് മേടിച്ച്. നല്ല സൂപ്പർ കത്തി. ഇതുതന്നെ ഞങ്ങൾക്ക് തന്നോടും പറയാനുള്ളൂ. എന്ത് നല്ല സൂപ്പർ കത്തി. ഇനിയെങ്കിലും ആ കത്തി നിർത്തി കാര്യത്തിലേക്ക് വാ സുഹൃത്തെ. സാറേ, വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. എന്താണ്? സ്വന്തമായിട്ടൊരു കക്കൂസ്. എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ. അതെ അതെ അതെ. എന്റെ വീട്ടിൽ 2 ഉണ്ടാകുമ്പോൾ ആഗ്രഹമാണ് സാറേ. ആ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ, മക്കളില്ല സാർ. മക്കളില്ല. ഭാര്യ എന്ത് ചെയ്യുന്നു? എന്താ കഴിഞ്ഞല്ലേ ഈശ്വരൻ വിളിച്ചപ്പോൾ അവള് പോയി. അയ്യോ സോറി, ഞാൻ ഓർത്തില്ലടോ. സോറി എടോ. ദൈവത്തിന്റെ അടുത്തേക്കല്ലേ പോയത്. അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ. മരിച്ചുപോയി എന്നല്ല, പലിശക്കാരൻ അണ്ണാച്ചി വന്ന് ഈശ്വരനില്ലേ, അയാള് വിളിച്ചപ്പോ പുള്ളിയുടെ കൂടെ പോയി എടുക്കാൻ പോണ. അതായിരുന്നല്ലേ സാറേ? ഈ കോർപ്പറേഷൻ പറഞ്ഞിരുന്നു കക്കൂസിന് തറ കെട്ടി കഴിഞ്ഞാൽ കുറച്ച് പൈസ തരാം. എന്നിട്ട് തറ കെട്ടിയോ? തറ കെട്ടി. അതിന്റെ ഫസ്റ്റ് ലഡു മേടിക്കാണ് സാർ ഞങ്ങൾ വന്നിട്ടുള്ളത്. ലഡു അല്ലടോ, ഗഡു ഗഡു ഗഡു. അതെങ്ങനെ ഷേപ്പ് എങ്ങനെയാ? ഞാൻ ഇതുവരെ കണ്ടില്ല. ഗഡു, നീ ഗഡു. അതായത് ഈ അവല് വിളയിക്കണം. വിളയിച്ചിട്ട് ശർക്കരയും തേങ്ങിക്കിട്ടിട്ട് അവന്റെ അണ്ണാക്കിലേക്ക് ഇങ്ങനെ കുത്തിക്കയറ്റി വെക്കും. ഞാൻ തന്നെ കാരണോ ഈ ജോലിക്ക് എടുത്തത്? സാറേ, എന്റെ അച്ഛന് കോർപ്പറേഷനിൽ ജോലി. അച്ഛൻ മരിച്ചപ്പോ കിട്ടിയ ജോലിയാണ്. അച്ഛൻ എങ്ങനെ മരിച്ചത്? എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി അച്ഛനെ വിഷം കൊടുത്തു കൊന്നു. വിഷോടോ താനൊക്കെ? അവിടെ പോയി സുഹൃത്തെ, അങ്ങനെയൊന്നുമല്ല. ഇവിടെ തന്റെ കക്കൂസിന് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ പണം അനുവദിക്കുന്നത്. അതിന്റെ ആദ്യ ഘട്ടത്തിനെയാണ് ഗഡു എന്ന് പറയുന്നത്. അല്ലാണ്ട് ലഡു ഗഡു ഈ പറഞ്ഞ സാധനമായിട്ട് ഉണ്ടായിട്ടൊന്നും ഒരു ബന്ധം. അതാണല്ലേ ഇനി എങ്ങനെ താനത് മനസ്സിലാക്കി? എനിക്ക് മനസ്സിലായി സാർ. എടോ, തന്റെ ഫണ്ട് ഇതേവരെ പാസ്സായിട്ടില്ല. പണ്ട് പാസ്സായിട്ടുള്ളത് ഇപ്പൊ പാസ്സാക്കാലോ. പണ്ടത്തെ കാര്യമല്ലോ ഫണ്ട്. പൈസ അത് പാസ്സായിട്ടില്ല. അതാണ്. എന്തായാലും താനിവിടെ വന്നതല്ലേ? അതെ. താനൊന്ന് കരം പതിപ്പിച്ചേരി. അതിനെന്താ? കറക്റ്റായിട്ട് വഹിച്ചിട്ടുണ്ട്. 5 വിരലും കറക്റ്റായിട്ട് പതിഞ്ഞിട്ടുണ്ട്. എവിടോ താനൊക്കെ എന്ത് സർക്കാർ ഉദ്യോഗസ്ഥനാണ്? പോയി ഞാൻ തന്റെ സീനിയർ ഓഫീസറെ ഒരുത്തം വന്ന് തല്ലിട്ട് പോയിട്ട് താനത് കണ്ട് മെഴുകിയാന്ന് പറഞ്ഞു നിൽക്കുന്നോ? കേസ് കൊടുക്കണം. അവനെതിരെ നമുക്ക് കേസ് കൊടുക്കണം. കേസ് കൊടുക്കണം. വെറുതെ വിടരുത്. വിടരുത്. പക്ഷെ കേസ് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ തെളിവില്ല. തനിക്ക് ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് വെക്കാറില്ല. തെളിവുണ്ടല്ല. CCTV ക്യാമറ നമ്മുടെ ഓഫീസിലല്ലേ?
അതിന് തെളിവില്ലേ? അത് കാണിച്ചപ്പോരേ. എടോ ഞാൻ ഇവിടെ ജോലിക്ക് വന്നതിന്റെ പിറ്റേന്ന് തന്നെ CCTV ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. അതെന്തിനാ? എനിക്ക് മനസമാധാനമായിട്ട് കൈക്കൂലി മേടിക്കാൻ. സാർ ലോക തോൽവി സാർ ഇങ്ങനെ കിട്ടുള്ളൂ. എന്തിനു കാണിക്കും? കാലത്ത് ഒരുത്തന്റെ അടി കിട്ടി എന്തൊരു കഷ്ടമാണെന്നു. ഇനി അടിക്കാനാണ് നിന്റെ ഉദ്ദേശം? നടക്കൂലടാ. ഒരു കാരണത്ത് അടിച്ച് മറു കാരണം കാണിച്ചു തരാൻ ഞാൻ ഗാന്ധിജിയല്ല. നിക്ക് സാറേ. അല്ല സാറേ, സാറോ എവിടെ പോണ കമാച്ചാ? സാറേ തല്ലാൻ വന്നതല്ല സാറേ. പിന്നെ ഞാൻ പുറത്ത് നിന്നപ്പോ ആലോചിച്ചു സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് കക്കൂസില്ലാണ്ട് ജീവിക്കാൻ പറ്റും സാറേ. അതുകൊണ്ടാണ്. ഇപ്പോഴാണ് നിനക്ക് ബോധം തെളിഞ്ഞതല്ലേ? അതെ സാറേ. നീ എന്റെ കരണത്ത് തല്ലിയപ്പോ നിനക്ക് ബോധം ഉണ്ടായിരുന്നില്ല. എന്താണ് നിനക്ക് വേണ്ടത്? കക്കൂസ്. നീ ജന്മത്ത് കക്കൂസിലിരുന്ന് സാധിക്കൂലടാ. അങ്ങനെ പറയരുത് സാറേ. വേണ്ടടാ, കക്കൂസ് നടക്കില്ല. നീ പറമ്പിൽ പോയി സാധിച്ചാ മതി. കക്കൂസ് വേണമല്ലേ? അയ്യോ അങ്ങനെ പറയല്ല എടാ, നീയൊന്നും ഭക്ഷണം കഴിക്കേണ്ട. അപ്പൊ കക്കൂസിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. നീയൊക്കെ വെള്ളം കുടിച്ചാ മതി. അപ്പൊ മുള്ളിക്കായാലോ. ബാത്റൂം വേണ്ടേ? അതിനും വേണ്ട. അതേതെങ്കിലും പറമ്പിൽ സാധിക്കടാ. അയ്യോ അങ്ങനെ പറയരുത് സാറേ. കക്കൂസ് വേണോല്ലേ? സാറേ. നിനക്ക് കക്കൂസ് വേണോല്ലേ? എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നിനക്ക് ഞാൻ കക്കൂസ് തരില്ല, 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 തരില്ല. തരും. തന്നിരിക്കും. ഇത് എത്രയുണ്ട്? 5000. ഞാനേ യൂറോപ്യൻ ക്ലോസറ്റും എടുക്കാൻ വെച്ച പൈസയാണ് സാർ ഇത്. സാറിനറിയോ, യൂറോപ്യൻ ക്ലോസറ്റിൽ ഇന്ത്യൻ സ്റ്റൈൽ ഇരിക്കുന്ന യഥാർത്ഥ ദേശാഭിമാനിയാണ്. ഒരിക്കലും ഈ ദേശസ്നേഹം കൈവിടരുത്. താങ്ക് യു സാർ, താങ്ക് യു സാർ. അപ്പൊ അതൊന്ന് റെഡിയാക്കി തന്ന. അപ്പൊ തനിക്ക് കക്കൂസ് അനുവദിക്കണം. അതെ അതെ സാറേ. താൻ പോയിട്ട് ഒരു 2.5 മാസം കഴിഞ്ഞിട്ട് വാ. 2.5 മാസം കഴിഞ്ഞിട്ടാ? ഞാനൊന്ന് ആലോചിക്കാം. ആഹാ, എന്റെ ഇത് പൈസയും മേടിച്ചു വെച്ചിട്ട് പിന്നെ ആലോചിക്കട്ടെ എന്നാ. എടോ, താൻ സ്നേഹത്തോട് എനിക്കൊരു പാരിതോഷികം തന്നു. ഞാനത് സ്നേഹത്തോടെ സ്വീകരിച്ചു. അത്രേ ഉള്ളൂ. അത് പാരിതോഷികമൊന്നല്ല, ഞാൻ സാറിന് തന്ന കൈക്കൂലിയാ. കൈക്കൂലി? സാറിനെ പിടിപ്പിക്കാൻ വേണ്ടിട്ട്. നാഫ്തലിൻ പൗഡർ ഇട്ടിട്ടുണ്ടോ? ഇല്ല, കുട്ടിക്കൂറിയാണ്. അതുപോലും അറിയില്ല. അന്നത്തെ അവൻ എന്റെ കൈക്കൂലി പിടിപ്പിക്കാൻ വേണ്ടി. പിടിപ്പിക്കും സാർ. എടോ, അതിനൊക്കെ തെളിവ് വേണം. തെളിവില്ലല്ലോ തന്റെ കയ്യിൽ. തെളിവുണ്ട്. എന്ത്? ഇവിടുത്തെ CCTV ക്യാമറ. എടാ വിഡ്ഢി, ആ CCTV ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് കാലം എത്രയായി? പിന്നെ നീ എങ്ങനെ പിടിപ്പിക്കും എന്നെ? പിടിപ്പിക്കും സാറേ. എങ്ങനെ? ആ CCTV ക്യാമറ ഇപ്പൊ ഓൺ ചെയ്തിട്ട് വരുന്ന വഴിയാണ് സാർ. എന്തിന്? തെളിവ് വേണ്ടേ സാർ? ദൈവമേ, ഈ CCTV ക്യാമറ കാരണം ഇന്നത്തെ ടിവിയിൽ മൊത്തം എന്റെ പടമായിരിക്കുമല്ലോ.